എല്ലാവർക്കും നമസ്കാരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും ദീർഘവുമായ ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം, സ്വർണവും രത്നക്കല്ലുകളും പതിച്ച ദേവീ വിഗ്രഹത്താൽ പ്രസിദ്ധമായൊരു ക്ഷേത്രം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ദേവീക്ഷേത്രങ്ങളിലൊന്ന്. അത്തരത്തിൽ പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതേ. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണി കായലിൻ്റെ കിഴക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മേജർ വെള്ളായണി ദേവി ക്ഷേത്രം. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ട് ഉത്സവത്തിന് ഈ ക്ഷേത്രം വളരെ പേരുകേട്ടതാണ്. അസുരനായ ദാരികൻ പ്രപഞ്ചത്തിലെ 14 ലോകങ്ങളിലും വസിക്കുന്ന ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടി ഈ വരത്താൽ അഹങ്കരിച്ച ദാരികൻ ദേവന്മാരെ പോലും ഉപദ്രവിക്കുകയും ദാരികന്റെ ക്രൂരതകൾ സഹിക്കവയ്യാതെ നാരദമുനിയുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ തൻ്റെ 3-ാം കണ്ണ് തുറന്ന് ഭദ്രകാളിയെ സൃഷ്ടിച്ചു. ഭദ്രകാളി ദാരികനെ വധിക്കുകയും ലോകത്തിന് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് കാളി ദാരികപ്പോര് എന്ന പേരിൽ കാളിയൂട്ടായി അവതരിപ്പിക്കുന്നത്. വെള്ളായണി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങൾ അനുസരിച്ച് വെള്ളായണി തടാകക്കരയിൽ ദിവ്യ ചൈതന്യം പ്രകടമാക്കിയ ഒരു തവളയെ കേളൻ അല്ലെങ്കിൽ കൊല്ലൻ എന്ന കമ്മാരൻ കണ്ടെത്തുകയും പിന്നീട് അവിടെ ദേവീ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രം നിർമ്മിക്കുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് മറ്റൊരു പ്രത്യേകത. ഈ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം തിരുമുടി എന്നാണ് അറിയപ്പെടുന്നത്. 4.5 അടി ഉയരവും വീതിയുമുള്ള ഈ വിഗ്രഹം ശുദ്ധമായ സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവന്റെ മകളായ ഭദ്രകാളിയാണ് ഈ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നടക്കുക. ഏകദേശം 65 മുതൽ 70 ദിവസം വരെയാണ് ഈ ഉത്സവങ്ങളുടെ കാലാവധി. കാളിയൂട്ടിന് മുമ്പായി ദാരികനെ 4 ദിക്കുകളിലും തിരയുന്ന ദിക്കുബലി എന്ന പ്രധാന ചടങ്ങും ഈ ക്ഷേത്രത്തിൽ വളരെ പേരുകേട്ടതാണ്. ഈ സമയത്ത് ദേവി ഭക്തരുടെ വീടുകൾ സന്ദർശിക്കുകയും പൂജകൾ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വടക്ക് നോക്കിയാണ് കാളിദേവിയെ ഈ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് വെള്ളായണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ദേവീ ദേവന്മാർ ശിവൻ, ഗണേശൻ, നാഗരാജൻ എന്നിവരും ഈ ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ തന്നെ മാടൻ തമ്പുരാനും ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ നൽകിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഐതിഹ്യത്തിലേക്ക് പോയാൽ പണ്ട് വെള്ളായണിക്കായലിൻ്റെ കരയിലായി നിന്ന തെങ്ങുകളിൽ നിന്ന് കള്ള് ശേഖരിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു ചെത്തുകാരൻ താൻ ശേഖരിച്ച കള്ളിൽ ഗണ്യമായ കുറവ് ശ്രദ്ധിക്കുകയും കള്ളു ശേഖരിച്ചു വച്ചിരുന്ന കുടത്തിൽ നിന്ന് മോഷണം പോകുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. മോഷ്ടാവിനെ കണ്ടെത്താനായി അയാൾ ഒരു ദിവസം മറഞ്ഞിരിക്കുകയും ഒരു വലിയ പച്ചത്തവള തെങ്ങുകളിൽ നിന്ന് മാറി മാറി ചാടി കള്ളുകുടത്തിൽ നിന്ന് കള്ള് കുടിക്കുന്നതായി കാണുകയും ചെയ്തു. ആ തവളയെ ചെത്തുകാരൻ കള്ളു ചെത്തുന്ന തേർ കൊണ്ട് എറിഞ്ഞു. എന്നാലോ തേർ കൊണ്ട തവള കായലിലേക്ക് എടുത്തു ചാടുന്ന കണ്ട അയാൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. തുടർന്ന് അയാൾ മഹാദേവീഭക്തനായ കേളൻ കുലശേഖരവാത്തിയെ വിവരമറിയിക്കുകയും കുലശേഖരവാത്തി 7 ദിവസം ദേവീ മന്ത്രോച്ചാരണത്തോടെ വെള്ളായണി കായൽ മുങ്ങി നിവർന്നുകൊണ്ടിരിക്കുകയും 7-ാം ദിവസം വെള്ളായണിയുടെ സുഹൃതമായി കായൽപ്പരപ്പിൽ ഒരു ചെന്താമര വിരിയുകയും ചെയ്തു. ആ ചെന്താമരയിൽ മഹാത്രിപുരസുന്ദരിയായ ശ്രീ ഭദ്രകാളി വിളങ്ങുന്നത് വാത്തി നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്നു. തുടർന്ന് വാത്തി ആ ചൈതന്യത്തെ കലമാൻ കൊമ്പിലേക്ക് ആവാഹിക്കുകയും തുടർന്ന് വരിക്കപ്ലാവിൻ കൊമ്പിൽ തീർത്ത തിരുമുടിയിൽ ആവാഹിച്ചിരുത്തി പൂജകൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ പൂജകൾ ചെയ്തു വരികയായിരുന്നപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് പ്രതിഷ്ഠയില്ലാത്ത എല്ലാ വിഗ്രഹങ്ങളും ഇല്ലാന കൊട്ടാരത്തിൽ എഴുന്നള്ളിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. വെള്ളായണി തിരുമുടിയും എഴുന്നള്ളിച്ച് വന്നപ്പോൾ മറ്റു വിഗ്രഹങ്ങളെല്ലാം ബഹുമാനപൂർവ്വം പീഠത്തിൽ നിന്ന് ഉയർന്നു. രാജാവ് തിരുമുടി ഒരു പൂജാഹാളിൽ വെച്ച് പൂട്ടാൻ ആജ്ഞാപിച്ചു. ദുഃഖിതനായ വാത്തി കരുവൻ പറയൻ എന്ന മാന്ത്രികനെ കണ്ട് വിദഗ്ധമായി തിരുമുടി തിരിച്ചു കൊണ്ടുപോരുകയും എന്നാൽ ഇതറിഞ്ഞ രാജാവ് വാത്തിയെ പിടിച്ചുകൊണ്ടുവരാൻ കൽപ്പിക്കുകയും ചെയ്തു. ഭടന്മാർ അടുത്തെത്തിയ സമയം വാത്തി കുറച്ച് സമയം ചോദിച്ചിട്ട് അടുത്തുള്ള കാവിൽ തൻ്റെ ചൈതന്യത്തെ കുടിയിരുത്തിയ ശേഷം ബ്രഹ്മത്തിൽ ലയിക്കുകയും ആ കാവ് പിന്നീട് കായ്ക്കര തെക്കത് എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ പൂജകൾക്ക് ശേഷമാണ് മുടിപ്പുരയിലെ പൂജകൾ നടക്കുക. ഇന്നും അതേ വാത്തിയുടെ സമുദായത്തിൽ പെട്ടവരാണ് വെള്ളായണിയിൽ പൂജകൾ ചെയ്യുന്നത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഗൗരിലക്ഷ്മി തമ്പുരാട്ടിയാണ് തങ്ക തിരുമുടി നിർമ്മിച്ച് നൽകിയത്. ഉത്സവകാലങ്ങളിൽ നടക്കുന്ന കളങ്കാവൽ വേളകളിൽ എന്നും തിരുമുടിയെടുക്കുന്ന വാത്തി കാലിടറിയാണ് നടക്കാറുള്ളതത്രേ. ഇത് പണ്ട് ദേവിയുടെ കാലിൽ തേർ കൊണ്ടത് കാരണം ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും മീനത്തിലെ അശ്വതി നാളിലാണ് ഈ ഒരു ക്ഷേത്രത്തിൽ പൊങ്കാലയും കാളിയൂട്ടും നടന്നു വരിക. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് വെള്ളായണി ദേവീക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.